നമസ്കാരം. കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഫോൺ കടയിൽ നിന്നും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ച് കടത്തിയ സംഭവത്തിൽ മോഷ്ടാവും സഹായികളും ഉൾപ്പെടെ 3 പേരെ ചടയമംഗലം പോലീസ് പിടികൂടി. കല്ലമ്പലം സ്വദേശികളായ അല്ലമീൻ, മുഹമ്മദ് ആഷിഖ്, മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി രാത്രി 1:30 മണിയോടുകൂടി ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന പഞ്ചമം എന്ന മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും കേസിലെ 1-ാം പ്രതിയായ കിളിമാനൂർ സ്വദേശി ജസീമും അല്ലമീനും ചേർന്ന് മോഷണം നടത്തിക്കൊണ്ടുപോയി. മോഷണത്തിന് ശേഷം ബൈക്കിൽ പോയ മോഷ്ടാക്കൾ കാറിൽ കാത്തുനിന്ന മറ്റു 2 പേരുടെ പക്കൽ ബാഗിൽ കടത്തിക്കൊണ്ടുവന്ന മൊബൈൽ ഫോണുകൾ ഏൽപ്പിക്കുകയും മോഷ്ടാക്കൾ കല്ലമ്പലത്തെത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അല്ലമീനും ചേർന്ന് കാറിൽ എറണാകുളത്ത് പോയി. എന്നാൽ മൊബൈൽ ഫോണുകൾ വിൽക്കുവാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം ചെന്നൈയിൽ കൊണ്ടുപോയി മൊബൈൽ ഫോണുകൾ വിൽക്കുകയും ചെയ്തു. ഈ മാസം 1/8/2025 വെളുപ്പിന് ഒരു 2 മണിയോടുകൂടിയാണ് ഈ തെറ്റ് നടന്നത്. അത് ഈ കടയിൽ CCTV എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ഈ കടയുടെ ബാക്ക് സൈഡിലൂടെ പുരയിടത്ത് കൂടെ നടന്നു വന്ന് 2 പേര്, 2 യുവാക്കൾ ഈ ബാക്കിലത്തെ ഡോറ് പൊളിച്ച് അകത്ത് കയറി ഈ മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്ന ഒരു 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും മോഷണം ചെയ്തു കൊണ്ടുപോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത്. കാരണം ഇവർ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ മാസ്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോലും അവർ എക്സ്ക്ലോസ് ചെയ്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ CCTV പലതും നോക്കി. അതുപോലെ ഇവർ വണ്ടിയിലാണ് വന്നത് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ CCTV ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു 100ഓളം CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളുമായിട്ട് അസോസിയേറ്റ്സ് ഒരു 2 സുഹൃത്തുക്കളുണ്ട്. അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഇവർക്ക് സഹായിയായിട്ട് ഇതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഉടനെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS അവരുടെ നിർദ്ദേശാനുസരണം കൊട്ടാരക്കര DYSP ബൈജുകുമാർ സാറിൻ്റെ മേൽനോട്ടത്തിൽ CI സുനീഷ് സാറ് തുടങ്ങി അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് വളരെ എഫർട്ട് എടുത്ത രീതിയിൽ കണ്ടെടുത്തത്. സംഭവത്തിൽ 100ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. അറസ്റ്റിലായ 3 പ്രതികളെയും പ്രതികളുടെ കല്ലമ്പലത്തെ വീടിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം രാത്രി ചടയമംഗലം പോലീസ് പിടികൂടിയത്. കേസിലെ 1-ാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചർ കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കേസിലെ 1-ാം പ്രതിയായ ജസീം ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ്.